ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മൾ ഉത്തര നക്ഷത്രത്തെക്കാരെ പറ്റിയുള്ള വിഷുഫലമാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഉത്തര നക്ഷത്രക്കാർ രണ്ട് രാശിയിൽപ്പെടും. ചിങ്ങരാശിയിലുമുണ്ട്, കന്നിരാശിയിലുമുണ്ട്. ചിങ്ങരാശിയിലുള്ളവർക്കും അവരുടെ സ്വഭാവം എന്തായാലും ഈ ഉത്തര നക്ഷത്രക്കാർക്ക് കുറച്ചുണ്ടാവും. അതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ അതും കൂടെ ചേർന്ന് നമുക്ക് വായിക്കാം. ഇവർ ആത്മവിശ്വാസമുള്ളവരായിരിക്കും, നേതാക്കന്മാരാവാൻ ശ്രദ്ധിക്കുന്നവരായിരിക്കും, അഭിമാനികളും ആയിരിക്കും ഉത്തര നക്ഷത്രക്കാർ. അവർക്ക് മാറ്റങ്ങളും പുതുമകളും അവസരങ്ങളും നടന്ന വർഷമാണ്. വലിയ തീരുമാനങ്ങൾ എടുക്കാൻ ആത്മവിശ്വാസം വളർത്തും. ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് സമാധാനപരമായ പരിഹാരങ്ങൾ കാണേണ്ടി വരും. ഉചിതമായ ശ്രമങ്ങൾ കൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. നേതാക്കന്മാരാണെങ്കിൽ ചെറിയ ചെറിയ നേതൃത്വം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും ഇവർക്ക് എപ്പോൾ നോക്കിയാലും നേതാവാകണം, നേതൃത്വം ലഭിക്കണം എന്നുള്ളൊരു സ്വഭാവം ഇവർക്ക് ഉണ്ടാവും. അതിനുവേണ്ടി അവർ നല്ലവണ്ണം പ്രയത്നിക്കും. ജോലി സ്ഥലത്ത് ഇവർക്ക് കഠിനാധ്വാനം മൂലം അംഗീകാരം നേടും. എവിടെ ചെന്നാലും അവർക്ക് അംഗീകാരം വേണം. ഉയർന്ന ചുമതലകൾ അവർ ഏറ്റെടുക്കും. പുതിയ പദ്ധതികൾ അവൾ വിജയകരമായി നടത്തി കാണിക്കും. വിദേശ യാത്രകൾക്കും ജോലിക്കും സാധ്യതയുണ്ട്. ജാഗ്രതയോടെ എന്തെങ്കിലും കരാർ ഒപ്പുവയ്ക്കുകയാണെങ്കിൽ അവർ കുറച്ച് കെയർലെസ്സാണ്, കൂടുതൽ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ജാഗ്രതയോടെ എല്ലാ കരാറിലും ഒപ്പുവയ്ക്കണം. കരാറുണ്ടെങ്കിൽ ഒപ്പുവയ്ക്കണം. സഹപ്രവർത്തകരുമായി സൗഹൃദമായ ബന്ധം പുലർത്തണം. ബന്ധം പുലർത്തുമെങ്കിലും അവർക്ക് അത്രയ്ക്ക് ആത്മാർത്ഥത ഉണ്ടാവില്ല സൗഹൃദത്തിൽ. പിന്നെ വരുമാനത്തിൽ വർധന പ്രതീക്ഷിക്കാം. പുരാതന നിക്ഷേപങ്ങൾ ലാഭകരമായിരിക്കും. വസ്തു വാങ്ങലുകൾ അനുകൂലമായ സമയമാണ് ഇത്. കുടുംബ ആഘോഷങ്ങൾക്കായി ചെലവ് വന്നേക്കാം. ധനസമ്പാദന പദ്ധതികൾ രൂപീകരിക്കേണ്ടി വരും. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടി വരും. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ മുഹൂർത്തങ്ങൾ വരാം. അവിവാഹിതർക്ക് വിവാഹത്തിന് സാധ്യതയുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ മികച്ച പുരോഗതി കാണുന്നുണ്ട്. ബന്ധത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കണം. സ്നേഹബന്ധങ്ങളെ സംരക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. ഇതിലിവർ കുറച്ച് വീക്കാണ് ഈ ലിയോക്കാർ. കാരണം ഈ ചിങ്ങരാശിയുള്ളവരായതുകൊണ്ട് അവർക്ക് സ്വന്തം കാര്യങ്ങൾ വളരെ കൂടുതലായിട്ട് ആലോചിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നേതൃത്വം ആണ് അവർക്ക് മെയിനായിട്ട് വേണ്ടത്. ഏതൊരു ചെന്നാലും അവരുടെ പേര് പറയണം, എവിടെ ചെന്നാലും അവർക്ക് ഒരു അംഗീകാരം ലഭിക്കണം. സ്നേഹബന്ധങ്ങളെ ഒരു സംരക്ഷിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ ബന്ധങ്ങളിൽ സമാധാനത്വം നിലനിർത്തണം. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും ഇക്കൊല്ലം ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനായി മെഡിറ്റേഷൻ ഉചിതമായി നടത്തുക. കൃത്യമായ ഭക്ഷണ രീതി പാലിക്കുക. വ്യായാമം പതിവായിട്ട് ചെയ്യുക. ആവശ്യമായ ആരോഗ്യ പരിശോധനകൾ വേണ്ട സമയത്ത് ചെയ്യുക. ആത്മവിശ്വാസവും നിങ്ങളുടെ കഴിവിലും തീരുമാനങ്ങളിലും നിങ്ങൾക്ക് വല്ലാത്ത ആത്മവിശ്വാസമുണ്ട്. അത് കാരണം നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് വരും. വെല്ലുവിളികളെ അതിജീവിക്കാൻ നിങ്ങൾ ധൈര്യപൂർവ്വം സാധാരണഗതിയിൽ മുന്നോട്ട് പോകും. നിങ്ങൾ സമയത്തെ ഉചിതമായി വിനിയോഗിക്കണം. സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക. ഉത്തര നക്ഷത്രക്കാർക്കായി സാമ്പത്തിക സമൃദ്ധിയും വ്യക്തിപരമായ വളർച്ചയും നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും 2025 എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ വിഷുബലം, ഉത്തര നക്ഷത്രക്കാരുടെ വിഷുബലം ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. ഉത്തര നക്ഷത്രക്കാർ സാധാരണഗതിയിൽ ഒരു നേതൃത്വ പാഠവും ഉള്ളവരാണ്. ഏതെങ്കിലും രീതിയിൽ നേതാവാൻ ശ്രമിക്കും. ഈ വർഷം എന്തെങ്കിലും രീതിയിലുള്ള നേതൃത്വം ലഭിക്കാനുള്ള സാധ്യത ഉത്തര നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്.